എന്താ കണ്ണാ? എന്താണത്? വെള്ളരിക്ക, ഉള്ളി, പാവക്കാജു തിന്ന് മടുത്തു. ഡയബറ്റീസ് ഉണ്ടെന്ന് കറിയു തന്നെ തിന്നത്തുമോ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മധുരം തറി പോലും കൊടുക്കരുതെന്നാ. ഇന്നെ വലിച്ചു പാരി തിന്ന സത്തുപോകും പണ്ടാരം. സത്തുപോട്ടറണ്ടാറം. ദമയന്തി, അരന്തന്തി, ഒരു ജിലേബി ദിഗ്വേ. എന്നാ ഒരു ലഡു ദിഗ്വേ. ലഡുവിന് മധുരം കുറവുണ്ട്. കണ്ണാ, ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്നാൽ സത്തുപോകും കണ്ണാ. നീ സത്തുപോയാൽ പിന്നെ എനക്ക് ആരാ ഉള്ളത്? നിനക്കത് പറയാം. കണ്ടല്ലേ ഉള്ള സ്വീറ്റ്സ് എല്ലാം തിന്ന് തിന്ന് പഠിച്ച് വയറും വീർപ്പിച്ചു വെച്ചിരിക്കണത്. എനിക്ക് ഷുഗർ ഇല്ല കണ്ണാ. പാവക്കാ ജ്യൂസ് കുടിക്കേ. തിർമൽ ദേവാ, എന്തൊരു കപ്പാണ് പണ്ടാറും. ആരോ വന്നിരിക്കണു, പോയി നോക്ക. ഓച്ചഞ്ചോയ്. സർക്കിളാണ്, ഇറക്കാൻ പറഞ്ഞു. മുഴുവനും കുടിച്ചല്ലോ കണ്ണൻ. നീ പറഞ്ഞാൽ നമ്മൾക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? നല്ല കണ്ണൻ. തിരുവൽ ദേവാ, എന്തൊരു ബലം പണ്ടാറ. മാറു മാറു. ഗുഡ് മോർണിംഗ് മേനോൻ സർ. ഗുഡ് മോർണിംഗ്. ടിഫിൻ കളിക്കുകയായിരുന്നു ഞാൻ. ടിഫിൻ കളിക്കുന്നത് ഒരു യജ്ഞമാണ്. സ്വീറ്റ്സ് ഒന്നും തരില്ല ഇവൾ. അരെ ദമയന്തി, മേനോൻ സാറിന് കാപ്പി കൊടുക്കൂ. വേണ്ട, ഞാനിപ്പോ കഴിച്ചു വന്നേ ഉള്ളൂ. വേണ്ടെങ്കി വേണ്ട. പിന്നെ എന്തൊക്കെയുണ്ട് മേനോൻ സാറെ വിശേഷങ്ങൾ? ഞാൻ കടയിൽ നോക്കി, പയ്യെ കണ്ടില്ല. ഈ ചെക്ക് തരാനാ വന്നത്. മേനോൻ സാർ എപ്പോ വേണമെങ്കിലും തന്നാൽ മതി. ഓർണമെന്റ്സ് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായില്ലേ, ഇരിക്കട്ടെ. വെച്ചോളൂ. എന്തായി മായയുടെ കല്യാണം? പലതും വരുന്നുണ്ട്. ഇപ്പോ ഹോം സയൻസിന് പഠിക്കുകയല്ലേ. നല്ലത് നല്ലത്. ആദ്യം ഗൃഹഭരണം പഠിക്കട്ടെ, എന്നിട്ട് മതി മാരേജ് ലൈഫ്. ഇവളുണ്ടല്ലോ ദമയന്തി, ഇവളെ ഞാൻ കല്യാണം കളിക്കുമ്പോ ഇവൾക്ക് 14 വയസ്സാ. ഇവൾക്ക് ഹോം പോയിട്ട് ഒരു വർക്കും അറിഞ്ഞുകൂടായിരുന്നു. എല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഗൃഹഭരണം എന്താ ശരിയല്ലേ? സാരി, എന്റെ സെലക്ഷൻ സാറിന് ഇഷ്ടപ്പെടുവോ? ഞാൻ ഇതല്ല പറഞ്ഞത്. ഇതൊരുമാതിരി പാണ്ടിക്കാർ കൊടുക്കുന്ന പോലെ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് എനിക്കറിഞ്ഞൂടെ? അപ്പൊ സാറിന് വരാൻ പാടില്ലായിരുന്നോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങി, വേണമെങ്കിൽ എടുത്താൽ മതി. എത്ര നേരമായി ഇവിടെ ഒന്നും പോയിട്ട്? എന്തെടുക്കായിരുന്നു ഇത്രയും നേരം? അച്ഛാ, വരുന്ന വഴി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ വർക്ക്ഷോപ്പിലാക്കിയിട്ടാ പോകുന്നത്. അല്ലെങ്കിലും നമ്മുടെ വണ്ടിയായിട്ട് പോയാ എപ്പോഴാച്ചാ വഴി കിടക്കാത്തത്? ആ പോലീസ് ജീപ്പിൽ പോയാ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് പേഴ്സണൽ കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഓ, അച്ഛന്റെ ഒരു പ്രിൻസിപ്പിൾ. ഇവിടെ ഓരോരോ ഉദ്യോഗസ്ഥന്മാര് മലക്കറിയും മീനും വാങ്ങിക്കാനാ നീ ഉപയോഗിക്കുന്നത്. ആയിരിക്കാം, പക്ഷേ അച്ഛൻ അത്രക്കാരനല്ല മോളെ. കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന TC 745 നമ്പർ ബസ് ഏതാനും സമയത്തിനുള്ളിൽ പുറപ്പെടുന്നതാണ്. 10:55 ചങ്ങനാശ്ശേരി വഴി മാവേലിക്കരയ്ക്ക് പോകേണ്ട ബസ് ഇന്നുണ്ടായിരിക്കുന്നതല്ല. 11:45 ചേർത്തല വഴി ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ കൂപ്പൺ കൗണ്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ എവിടെയാണ് നിന്റെ താമസം? അതിപ്പം ഇവിടെ എന്റെ അമ്മാവിന്റെ പേരുണ്ട്. നിൽക്കുന്നത് എല്ലാ ഐറ്റംസ് എടുത്ത് കാണിച്ചു കൊടുക്കൂ. നോക്കട്ടെ. കാണിക്കൂ. ഇത് പുതിയ ഡിസൈനാണ്. ഇത് എത്ര പവനാ? 4 പവനാണ്. 4. ശ്രീനിവാസൻ, നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും.
അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത് പണ്ടാറം. എന്നാലും നല്ല പയ്യൻ. അവനെ വിളിക്കൂ, ഞാനെന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. മഹറി, എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. ഐറ്റംസ് കാണിച്ചു കൊടുക്കൂ. ഇത് മതി, നോക്കി ഇഷ്ടമായോ? ആ, എന്നാലെടുക്കാം. നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട്? ഉണ്ട്, അകത്തുണ്ട്. പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറേ നിർമ്മോ, നീ ഇതുവരെ എവിടെയായിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരേ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരേ നിർമ്മൽ ഇറക്കൂ. നീ എങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടും പോലെ ഇങ്ങോട്ട് വരും, സ്പുട്നിക്ക് വിടും പോലെ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ ചത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. നാ ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ചാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നു ദേവാ. ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ ആ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാം? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നിക്കു നിക്കു, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, വെങ്കടേശ്വര പൈ. ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. It would have to be able to change its molecular structure, like gold changing itself. തൂസിക്കണവേ, നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത് ശ്രീരാമ പട്ടാഭിഷേകം. അത് നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേറ്റ് ഗാലി ഗാലി പാൻപിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. TV-യിൽ രാമായണം വരുന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം? ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിരുന്ന് എന്ത് കഥ കാണുന്നെന്നറിയാമോ? കണ്ണാ, ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്. എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളിലും സെക്സ്. താളയും സെക്സോ? നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താള ഇരുന്ന് സായിപ്പിന്റെയും മദാമയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണാ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീതയാക്കുന്നത്. വാ
കണ്ണ 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ. ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്കാ. കണ്ണ നമ്മൾക്കല്ല. തിന്നു തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നമ്മൾക്കോ ഒന്നും തിന്നാൻ തരുന്നില്ല. നീയെങ്കിലും തിന്നു, നല്ലവണ്ണം തിന്നു, നന്നായിട്ട് തിന്നു. നീ എന്തിനു തിന്നണു? ഇവൻ തല്ലുകൊണ്ടിട്ട് തിന്നണു. മോൻ തിന്നോ? ഉണ്ണി, നീ നല്ലവനാണ്. നീ വെങ്കടേശ്വര പയ്യോട് ക്ഷമിക്കൂ. ഒരു ഉറുമ്പിനെ പോലും നമ്മൾ നോവിച്ചിട്ടില്ല. നിനക്കിനി അവിടെ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാനിനി അവിടെ ജോലിക്കുന്ന ശരിയാവില്ല മുതലാളി. അവരെന്നെ നിന്നെ ഒന്നും ചെയ്യില്ല. ആ പണ്ടാരങ്ങൾ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. അല്ലെങ്കിൽ വേണ്ട. അറിയ നിർമ്മൽ, ഇവനെ കടയിൽ നിർത്തണ്ട. നമ്മളുടെ ഒളിഞ്ഞു കിടക്കുന്ന വീടില്ലേ, അവിടെ ഇരുന്ന് വിടുന്നോട്ടെ. ഇവൻ അവിടെ കിടക്കുകയും ചെയ്യാമല്ലോ. ശരി പാപ്പ. എന്താ ഉണ്ണി, ശരിയല്ലേ? അത് വേണ്ട മുതലാളി. അറിയ നിർമ്മൽ, തീറ്റി പണ്ടാറം അവനെ പറഞ്ഞു മനസ്സിലാക്കൂ. ഉണ്ണി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞങ്ങളുടെ ഒരു വീട് വെറുതെ ഒഴിഞ്ഞു കിടക്ക. ഉണ്ണിക്ക് അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് പണിയാം. എന്റെ അച്ഛനോട് സ്നേഹത്തിൽ നിന്നാ എന്ത് കാര്യവും സാധിക്കാം. ആ, പണിസാധനമൊക്കെ ആയല്ലോ. ഇനി എന്തെങ്കിലും വേണോ? മതി, ധാരാളം മതി. എന്നാ ഞാൻ വരട്ടെ. ഓ, ആ, ഇരിക്കൂ, ഇരുന്ന് പണിതോളൂ. ഉണ്ണി, വരൂ. അത് മേനോൻ സാറിന്റെ വീടാ. അച്ഛന്റെ സ്നേഹിത മേനോൻ സാറ്. ഉണ്ണിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ആരുമില്ലേ? നിർമ്മൽ, ആ, വാരിക്കോ വാരിക്കോ. ഞങ്ങളുടെ ഭാഷ വേറെ ഒറ്റ കുഞ്ഞിന് പറയാൻ പറ്റുമോ? അതാ ഞങ്ങളുടെ ഭാഷയുടെ ഗുണം. ഓ, ആ, അങ്കിളില്ലേ? അച്ഛന് നേരത്തെ സ്റ്റേഷനിൽ പോയി. ചേച്ചിയോ? ചേച്ചി, ദേ ഹരേ നിർമ്മൽ വന്നിരിക്കുന്നു. മാർച്ചിലല്ലേ സിന്ധുവിന്റെ NCC ക്യാമ്പ്? നിർമ്മൽ ക്യാമ്പിൽ പോകുന്നില്ലേ? പിന്നെ പോകാതെ. ക്യാമ്പിന് പോകാൻ വേണ്ടിയല്ലേ NCC ചേരുന്നത് തന്നെ. പിന്നെന്താ സാറ് പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട്? ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വന്നതാ. അവിടെ പുതിയൊരു പണിക്കാരൻ താമസിക്കുന്നുണ്ട്. ഓ, അതായിരുന്നല്ലേ ഇന്നലെ രാത്രി ഇവിടെ വെളിച്ചം കണ്ടത്. ആ. സിന്ധു, നിർമ്മലിന് ചായ കൊടുക്കുന്നില്ലേ? ആ, എന്താ ചായ തരാത്തേന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ആ, പിന്നെ 1 മാസം മുമ്പേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ, അതും വേണം. ആ, അതൊക്കെ തീർന്നു. ഇനി ഉണ്ടാക്കിയിട്ട് വേണം. ഷോ, ഓർത്താ ഞാൻ വന്നത് തന്നെ. ഇരിക്കെ, ഉള്ളതൊക്കെ കൊണ്ടുവരാം. എത്രയും പ്രിയപ്പെട്ട അമ്മൂട്ടിക്ക് അമ്മൂട്ടിയുടെ ഭാഗ്യം കൊണ്ടാവും വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ഈ വലിയ നഗരത്തിലെ ഒരു വലിയ സ്വർണ്ണക്കടയിൽ ജോലി കിട്ടിയത്. മുതലാളി നല്ല ആളാണ്. ഒറ്റയ്ക്കൊരു വീട്ടിലാണ് ഞാനിരുന്ന് പണിയുന്നതും താമസിക്കുന്നതും.
എനിക്കിവിടെ ഒരു വിഷമമേ ഉള്ളൂ, അമ്മൂട്ടിയെ കാണാത്ത വിഷമം. ഭാർഗവേട്ടൻ ഇപ്പോഴും കെട്ടണമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്നുണ്ടോ? ഇല്ല അമ്മൂട്ടി, അമ്മൂട്ടി ആരും കെട്ടില്ല. കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. കെട്ടുന്നവനെ ഞാൻ കൊല്ലും. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ. അതിനു മുമ്പ് ഇനി നാട്ടിലേക്ക് വരില്ല. ലീലേച്ചിയെ കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹം കാണില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോകില്ലേ? ലീലേച്ചിയോട് എന്റെ വിശേഷം പ്രത്യേകം പറയണം. അമ്മൂട്ടിക്ക് സുഖമാണെന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കുന്നു. അമ്മുവിന്റെ തട്ടാക്കുട്ടി. ലീലേച്ചിയെ അയ്യോ, എന്താ പിന്നെ കിതയ്ക്കുന്നത്? ഓടിയിട്ടാ? വലിയ പട്ടണത്തിൽ വലിയ സ്വർണ്ണക്കടയിൽ തട്ടാക്കുട്ടിക്കൊരു ജോലി. ഉണ്ണിക്ക് ജോലി കിട്ടിയോ? ലീലേച്ചി കെട്ടിച്ചയക്കണമെന്ന് അച്ഛൻ ഇപ്പോഴും ആഗ്രഹമില്ലായിരിക്കും. കെട്ടിച്ചയച്ചാൽ പണം പോവില്ലേ? എവിടെടി മോളെ കത്ത്? കാണട്ടെ. കത്തേ എനിക്കുള്ളതാ. നിനക്കുള്ള ഭാഗം ഞാൻ വായിക്കില്ല. എന്നാലും എനിക്ക് നാണാവും. താ മോളെ. എത്രയും വേഗത്തിൽ ഒരു സ്വർണ്ണത്താലിയും കൊണ്ട് ഞാൻ നാട്ടിൽ വരും അമ്മൂട്ടിയെ കെട്ടാൻ.